അടുത്തായിട്ട് സിയാസ്. ഇതും ബുക്കിംഗ് ആയതാണ്. അതെ, ഇത് നിങ്ങളുടെ യൂട്യൂബ് കണ്ടിട്ട് വന്ന ഒരു കസ്റ്റമറാണ്. യൂട്യൂബ് കേട്ടോ. അതെ, സന്തോഷം. യൂസ്ഡ് കാർ എടുക്കാൻ നിൽക്കുന്ന ആളുകൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് അലച്ചിലാണ്. അതായത് പുതിയ കാർ എടുക്കുന്ന പോലെ പെട്ടെന്നൊരു ഷോറൂമിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. യൂസ്ഡ് കാറിന്റെ കാര്യമാണ് പറയുന്നത്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു വാഹനം കിട്ടണമെങ്കിൽ ചില്ലറ അലച്ചിലൊന്നും അലഞ്ഞാൽ പോരാ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആളുകൾ കുറെ കഴിയുമ്പോൾ അവരുടെ മനസ്സ് അടച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് പോയിട്ട് പിന്നീട് അവർക്ക് അതൊരു വലിയ തലവേദനയായിട്ട് മാറാറ് പതിവാണ്. ഇപ്പോൾ യൂസ്ഡ് കാറുകൾ എടുക്കാൻ നിൽക്കുന്ന ആളുകളായിരിക്കും നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് ഈ അലച്ചിലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റിയ ഒരു ഷോറൂമിലാണ് ഞാനെന്നുള്ളത്. എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പോപ്പുലർ വെഹിക്കിൾസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാരുതിയുടെ ട്രൂവാലി ഷോറൂമിലാണ് ഇന്ന് ഞാനുള്ളത്. കാക്കനാട് ഷോറൂമിലാണ്. ഇവിടെ ഒരുപാട് വാഹനങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഏത് വാഹനം അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഷോറൂമാണ്. ചെറിയ വാഹനം മുതൽ, അതായത് 1 ലക്ഷം രൂപ മുതൽ വാഹനങ്ങളുടെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് തരം വാഹനം വേണമെങ്കിലും ഷോറൂമിലേക്ക് ധൈര്യമായിട്ട് വരാം. കുറച്ച് മോഡൽ കൂടിയ വാഹനങ്ങൾക്ക് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ മാരുതിയുടെ ഏത് സർവീസ് സെന്ററിൽ പോലും ഈ പറയുന്ന വാറന്റിയും അതുപോലെ തന്നെ സർവീസൊക്കെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാം. പിന്നെ മാരുതി അല്ലാത്ത വാഹനങ്ങൾക്കും ഇവർ വാറന്റിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് യൂസ്ഡ് കാറുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഞാൻ ഇന്ന് എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഞാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ നല്ല നല്ല വാഹനങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഞാൻ വീണ്ടും പറയാണ്, ഏത് വാഹനം വേണമെങ്കിലും ഇവരെ സമീപിക്കാവുന്നതാണ്. ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് ഈ ഷോറൂമിലത്തെ എല്ലാ വാഹനങ്ങളും പരിചയപ്പെടാം. ഇത് കേരളത്തിൽ ഉടനീളം പന്തലിച്ച് കിടക്കുന്ന പോപ്പുലർ വെഹിക്കിൾസിന്റെ ട്രൂവാലി ഷോറൂമാണ്. അതുകൊണ്ട് തന്നെ ഒരു പേടിയും പേടിക്കണ്ട. കാരണം ഇവരൊരു ബ്രാൻഡാണ്. ആ ബ്രാൻഡിന് കോട്ടം തട്ടുന്ന ഒരു തരത്തിലുള്ള ഒരു പരിപാടിയും ഒരു കള്ളത്തരവും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എല്ലാം തുറന്ന് പറഞ്ഞിട്ടുള്ള കച്ചവടമാണ്. വിശ്വസിച്ച് വാഹനങ്ങൾ എടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക. ഇത് ഹ്യുണ്ടായിയുടെ ഏതാ വാഹനം? ഇത് i20 ആക്റ്റീവ് സെഗ്മെന്റ് ആണ്. ആക്റ്റീവ് SX വേരിയന്റ് ആണ്. ലിമിറ്റഡ് എഡിഷൻ വണ്ടിയല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് വരുമ്പോൾ 2015 മോഡലാണ്. സിംഗിൾ യൂസ് 73,000 കിലോമീറ്റർ. അതുപോലെ ഡീസൽ വെഹിക്കിളും കൂടിയാണ്. ഡീസൽ വണ്ടിയാണ്. അതായത് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വെഹിക്കിൾ ഡീസൽ. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് അന്വേഷിക്കുന്ന വാഹനം കൂടിയാണ് ഡീസലും അല്ലേ? ഇത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പ്രൊജക്ടർ ലാമ്പ് തൊട്ട് കീലെസ് ഉണ്ട്, അലോയ്സ് എല്ലാം വരുന്ന വണ്ടിയിൽ എല്ലാം വരുന്നുണ്ട്. ഇത് ഫുൾ ഓപ്ഷൻ ആണോ? ഇത് ഫുൾ ഓപ്ഷൻ ആണ്. എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ അലോയ് വീല്, ഫോഗ് ലാമ്പ്, മിറർ ഇൻഡിക്കേറ്റർ, ഇതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചുരുക്കി പറയുകയാണെങ്കിൽ. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് വരുമ്പോൾ 5,15,000 രൂപ. 5,15,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അല്ലേ? നമുക്ക് മാക്സിമം ഒരു 80-85% ലോൺ ചെയ്യാൻ പറ്റും. 80-85 ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യാൻ പറ്റൂല്ലേ? അപ്പോൾ ഡീസൽ i20 വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കാക്കനാട് പോപ്പുലർ ട്രൂവാലി ഷോറൂമിൽ ഈ ഒരു മാസം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്തത് കേട്ടൺ. ഇതിന്റെ ഡീറ്റെയിൽസ് ബുക്കിംഗ് ആണോ? അയ്യോ, നല്ല വണ്ടിയല്ലേ ചെറുവണ്ടി. അടുത്തായിട്ട് സിയാസ്. ഇതും ബുക്കിംഗ് ആയതാണ്. അതെ, ഇത് നിങ്ങളുടെ യൂട്യൂബ് കണ്ടിട്ട് വന്ന ഒരു കസ്റ്റമറാണ്. യൂട്യൂബ് കേട്ടോ. അതെ, സന്തോഷം. നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം വീഡിയോസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം ഇവർക്ക് ഉണ്ടോ എന്ന് അറിയുമ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. യൂട്യൂബ് കണ്ടിട്ട് പറഞ്ഞല്ലേ? അപ്പൊ എന്തായാലും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം കൊടുക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ മാസം വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്തായിട്ട് നല്ലൊരു സ്വിഫ്റ്റ് കിടപ്പുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ? ഇത് 2022 മോഡൽ സ്വിഫ്റ്റ് VX ഓട്ടോമാറ്റിക് ആണല്ലേ? ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 30,000 കിലോമീറ്റർ സിംഗിൾ യൂസ് വണ്ടിയാണ്. സിംഗിൾ യൂസ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കമ്പനി സർവീസ് ആണ്. അതുപോലെ തന്നെ വാറന്റി വരുന്നുണ്ട്. 1 ഇയർ മാരുതി വാറന്റി ഉണ്ട്. 3 ഫ്രീ സർവീസും 3 ഫ്രീ സർവീസ് ഉണ്ട്. വണ്ടി എടുത്ത് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ സർവീസ് 3 കറക്റ്റ് ടൈമിൽ ചെയ്തത് പോയാൽ മാത്രം. അത് നമുക്ക് വീടിന്റെ തൊട്ടടുത്ത് ഏത് മാരുതി സർവീസ് സെന്റർ അവിടെ പോയില്ല, ഓൾ ഇന്ത്യ നമുക്ക് കവർ ചെയ്യാം. ഓതറൈസ് സർവീസ് സെന്റർ ആയാൽ മതി. ഓക്കെ, ഇതിൽ VX-ൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? ഇത് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 4 പവർ വിൻഡോസ്, സ്റ്റീരിയോ സ്പീക്കേഴ്സ്, പിന്നെ 2 എയർ ബാഗ് ABS വരുന്നുണ്ട്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഈ പറഞ്ഞ പോലെ 3 ഫ്രീ സർവീസ് ഉണ്ട്. വേറെ ഒന്നും നമ്മൾ ഇനി എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് ഇനി അഡീഷണൽ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ക്വാളിറ്റി വെഹിക്കിൾ. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 7,48,000. 7,48,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഒരു 50-60 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് എന്ന വണ്ടി ഇറക്കി കൂടെ? നമുക്ക് 60 റേഞ്ച് തൊട്ട് നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ഓക്കെ. അടുത്തായിട്ട് മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ. കാണുമ്പോൾ തന്നെ അറിയാം ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തൊരു വാഹനം. പിന്നെ അലോയ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തൊരു വാഹനം. മാരുതിയുടെ തന്നെ അലോയ് വീൽസ് വരുന്നത്. കമ്പനി അലോയ് വീൽസ് ആണല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ? ഇത് 2011 മോഡൽ ഡിസയർ VXi മിഡിൽ വേരിയന്റ്. അതുപോലെ തന്നെ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാംപ്സും വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ ഫ്ലോർ മാറ്റ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പർ എല്ലാം ക്ലിയർ ആണ്. നമുക്ക് 26 വരെ പേപ്പർ ഉണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് വരുന്നത് 3,55,000 രൂപ.
355 ചോദിക്കുന്ന പ്രൈസ് അല്ലേ? കാരണം കിലോമീറ്ററും കുറവാണ്, ആകെ 66,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ യൂസും കൂടി. സിംഗിൾ യൂസ്. ഈ 66,000 കിലോമീറ്റർ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഫുള്ള് ട്രാക്കുള്ള വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി നമ്പർ വെച്ച് നമുക്ക് സർവീസ് സെന്ററിൽ കൊടുത്താൽ ഫുള്ള് ഡീറ്റെയിൽ അറിയാൻ പറ്റൂലേ? അപ്പോൾ ഒരു ക്വാളിറ്റി വാഹനം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ദ സ്വിഫ്റ്റ് ഡിസയർ ഇപ്പോൾ കാക്കനാട് പോപ്പുലർ ട്രൂവൽ ഷോറൂമിൽ സ്റ്റോക്ക് ഉണ്ട്. മാരുതിയുടെ പ്രീമിയം സെഗ്മെന്റ് കാറ്റഗറിയിലെ ഒരു വാഹനമാണ് ഇഗ്നീസ് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാടാ? 2022 മോഡൽ ഇഗ്നീസ് സീറ്റ വേരിയന്റ് ആണ്. ഓക്കെ. സിംഗിൾ യൂസ് കിലോമീറ്റർ 42,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വെഹിക്കിൾ. ഓക്കെ. ഏത് വേരിയന്റ് ഏതാ? ഇത് തന്നെ സീറ്റ വേരിയന്റ്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളും? വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 4 പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക് വിത്ത് അലോയ്സ് തന്നെ, കീലെസ് എൻട്രി ആണ്. ABS എയർ ബാഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആണോ? അതെ, കീലെസ് എൻട്രി. ഓക്കെ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? അതെ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോഴത്തേക്കും 6,20,000 രൂപ. 6,20,000 ചോദിക്കുന്ന പ്രൈസ് അല്ലേ? നമുക്ക് ഇതിലൊക്കെ മാക്സിമം എത്ര ലോൺ ചെയ്യാൻ പറ്റും? നമുക്കൊരു വെഹിക്കിൾ പ്രൈസിന്റെ ഒരു 90% ഫണ്ടിങ് ചെയ്യാം. ഒരു 60-70 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് നമുക്ക് ബാക്കി അറിയാം. ഇതിന് വാറന്റി കാര്യങ്ങളുണ്ടോ? ഈ ഒരു മാരുതി വാറന്റി ഉണ്ട്. ഓക്കെ. 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഓക്കെ. ഇപ്പൊ എല്ലാവർക്കും ഓട്ടോമാറ്റിക് വാഹനം വേണ്ടുള്ളൂ. അത് പ്രത്യേകിച്ച് ഫാമിലി കസ്റ്റമേഴ്സിനൊക്കെ. അപ്പോൾ നല്ലൊരു ഓട്ടോമാറ്റിക് വാഹനം ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സെലേറിയോ? ഇത് സെലേറിയോ 2016 മോഡൽ VXI ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് എത്രയാണ്? ഇത് വരുമ്പോൾ സിംഗിൾ യൂസ് ആണ്. 43,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഈ VXI എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? ഇത് വരുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ. അതാണ് ഈ വണ്ടിക്കകത്ത് വരുന്നത്. ഓക്കെ. വേറെ തട്ടമുട്ട റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? നിലവിലില്ല. ഇപ്പോൾ നമുക്ക് ഇപ്പൊ എടുത്തിട്ട് നമ്മുടെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കും വണ്ടി പർച്ചേസ് ചെയ്യണം. അപ്പോൾ മേജർ ആയിട്ട് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരാനില്ല. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുന്നത് 4,15,000 രൂപ. 4,15,000 ചോദിക്കുന്നത്. നമുക്കൊരു 50-60 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും. ഒരു 85% വരെ നമുക്ക് ഫണ്ടിങ് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് 2018 മോഡൽ ഓൾട്ടോ K10 VXI ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. സിംഗിൾ യൂസ് 59,000 കിലോമീറ്റർ ആകെ ഓടിക്കുള്ളൂ വണ്ടി. 59,000. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഫുള്ള് കമ്പനി സർവീസ്. ഓക്കെ. ഇതില് K10 VXI എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവും? ഇത് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, ഫ്രണ്ട് 2 പവർ വിൻഡോയും, പിന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ വണ്ടിക്ക് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി സീറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷനാണ്. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസോ? ഇത് വരുന്നത് 4,08,000 രൂപ. 4,08,000 രൂപ ചോദിക്കുന്നത്. നമുക്ക് ഇതിന് വാറന്റിയും കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുമോ? ഇതിന് നമുക്കിപ്പോ 18 മോഡൽ ആയതുകൊണ്ട് നമുക്ക് 6 മാസത്തെ മാരുതി വാറന്റിയും വരുന്നുണ്ട്, പ്ലസ് 3 ഫ്രീ സർവീസും കൊടുക്കും. 3 ഫ്രീ സർവീസും വരുന്നുണ്ട് അല്ലേ? നമുക്ക് മാക്സിമം ഒരു 50-60 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് നമുക്കൊരു 85-90% ഫണ്ടിങ് ചെയ്തിട്ട് ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് 2021 മോഡൽ വാഗണർ VXI 1 ലിറ്റർ ആണ്. സെക്കൻഡ് യൂസർ, അതുപോലെ തന്നെ കിലോമീറ്റർ 21 ആകെ ഓടിയിട്ടുള്ളൂ. 21,000 കിലോമീറ്റർ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഫുള്ള് കമ്പനി സർവീസാണ്. VXI എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക? ഇത് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 4 പവർ വിൻഡോ, സിംഗിൾ എയർ ബാഗ് വന്നത്, ABS വരുന്നുണ്ട്, ഇലക്ട്രോണിക് മിറർ അഡ്ജസ്റ്റ്മെന്റും, പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഇൻബിൽഡ് വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. എടുക്കുന്ന ആൾക്കാർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നും വരുന്നില്ല. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ഇത് പേപ്പർ എല്ലാം ക്ലിയർ ആണ്. ഇത് ചോദിക്കുന്ന പ്രൈസ് വരുന്നത് 5,10,000. 5,10,000 രൂപ ചോദിക്കുന്ന പ്രൈസിലെ. ഇതിന് വാറന്റി കാര്യങ്ങളുണ്ടോ? ഇതിനും നമുക്ക് 6 മാസത്തെ വാറന്റി ഉണ്ട്, 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. ഇത്തവണ ഞെട്ടിക്കുന്നു പറഞ്ഞ് ഞെട്ടിച്ചിരിക്കും. അതെ. കാരണം ഓൾട്ടോന്റെ പൈസക്ക് ഒരു ഇന്നോവ, അതും ഡീസൽ, എങ്ങനെ ഉണ്ടാവും? കിട്ടുന്നവനക്ക് ലാഭം അല്ലേ? ഒരൊറ്റ പീസുള്ളൂ കേട്ടോ. തല്ലുണ്ടാക്കിയിട്ട് കാര്യമില്ല, കിട്ടില്ല. ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2006 മോഡലാണ്. 29 പേപ്പറുള്ള വെഹിക്കിളാണ്. 4ാമത്തെ ഓണർ, കിലോമീറ്റർ 1.5 ഓടിയേക്കണേ. പിന്നെ ഇത് വരുന്ന G വേരിയന്റ് ആണ്, റീ വെഹിക്കിളും കൂടിയാ. രജിസ്ട്രേഷൻ വെഹിക്കിൾ ആണ്. അതായത് MH നമ്മ കേരളയിലേക്ക് ആക്കിയേക്കണം. പേപ്പറെല്ലാം ക്ലിയർ ഓൾറെഡി കേരളയിൽ ആക്കിയിട്ടുണ്ട്. ഇനി വേറെ വിഷയം കാര്യങ്ങളൊന്നുമില്ല. NOC കാര്യങ്ങളും ചിലർ ചോദിക്കാറുണ്ട് ഈ രജിസ്ട്രേഷൻ മാറുമ്പോൾ. ഇത് കേരള ആക്കിയിട്ടുണ്ട്, പിന്നെ NOC കാര്യങ്ങളും ഉണ്ടോ ചോദിക്കുന്ന ആവശ്യമില്ല. എല്ലാം ക്ലിയർ ആയിട്ട് കേരള വണ്ടി ഇൻഷുറൻസ് ഉണ്ട്, 29 പേപ്പർ ഉണ്ട്, എല്ലാം ഉണ്ട്. അതെ. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോൾ 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 7 സീറ്റർ വെഹിക്കിൾ. ഇന്നോവയൊക്കെ 3 ലക്ഷം രൂപയ്ക്ക്. ഒരു ഓൾട്ടോ വാങ്ങുന്ന പ്രൈസാണ് ഇതിന് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇതൊക്കെ എടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പക്ഷേ വണ്ടി ഇഷ്ടംപോലെ എല്ലാവരും എണ്ണുള്ളൂ. എവിടെ ഉള്ളത്? കാക്കനാട് പോപ്പുലർ ട്രൂ വാല്യൂ. അപ്പോൾ കോൺടാക്ട് ചെയ്യുക. ഇവിടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നമ്പർ മാറ്റി കോൺടാക്ട് ചെയ്യുക. അടുത്തായിട്ട് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800. അതെ. ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് വരുമ്പോൾ ഓൾട്ടോ 800cc LXI വേരിയന്റ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 2020 മോഡൽ, അതുപോലെ തന്നെ 41,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള വണ്ടി. വെറും 41,000 കിലോമീറ്റർ അല്ലേ? LXIയിൽ അത്യാവശ്യം ഫീച്ചേഴ്സ്. ഇത് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോയും, സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്.
എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പർ എല്ലാം ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇതിന് വാറന്റി കാര്യങ്ങളുണ്ടോ? ഇതിന് 6 മാസത്തെ വാറന്റി ഉണ്ട്, 3 ഫ്രീ സർവീസും തരുന്നുണ്ട്. 3 ഫ്രീ സർവീസും തരുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര വരുമ്പോൾ 3,40,000 രൂപ. 3,40,000 ചോദിക്കുന്ന പ്രൈസ്. ഒരു 50,000 റുപ്പീസ് നമുക്ക് ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടിച്ചാൽ നമുക്ക് ബാക്കി ലോൺ ചെയ്യാൻ പറ്റും. ഒരു 5 കൊല്ലത്തേക്കും ചെയ്യാനും പറ്റും. അടുത്തതായിട്ട് മാരുതിയുടെ ഇത്തിരി കുഞ്ഞൻ നമ്മുടെ എക്സ്പ്രസോ, ഡീറ്റെയിൽസ് എങ്ങനെയാ? ഇത് 2024 വണ്ടിയാണ്. 24 മോഡൽ വണ്ടി. 24 വണ്ടി എക്സ്പ്രസോ VXI ഓട്ടോമാറ്റിക് കൂടിയാണ്. VXI ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഈ ഒരു സെഗ്മെന്റ് വാഹനങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലേഡീസ് ആണ് ഉപയോഗിക്കുന്നത്. ഓട്ടോമാറ്റിക് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ലേഡീസിനല്ല, ജെന്റ്സ് തന്നെ, പ്രായമുള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാർ ഇപ്പോൾ സിറ്റിയിലൊക്കെ കൂടുതൽ മാനുവലിനും കാട്ടും യൂസ് ചെയ്യുന്ന, കൂടുതൽ ബ്ലോക്കിൽ കിടന്ന് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി ഓട്ടോമാറ്റിക് ആണ്. എംടിയുടെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് മൈലേജും കൂടുതൽ തന്നെ ആയിരിക്കുള്ളൂ. എംടിക്ക് മൈലേജ് കൂടുതൽ. അപ്പോൾ ആ മൈലേജും കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഒരു ചെറിയ വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറ്റിയ വാഹനം ഏതാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിലവാരത്തിൽ എക്സ്പ്രസ് തന്നെയാണ്. എക്സ്പ്രസോ, കേട്ടൻ, സെലേറിയോ, വാഗണർ, ആ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം നല്ലൊരു. ഓക്കെ, ഇത് എത്ര കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞു? ഇതാകുമ്പോൾ 35,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഫുൾ ട്രാക്കുള്ള വണ്ടിയാണ്. ഓക്കെ, ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? ഇത് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സും സെൻട്രൽ ലോക്കും തന്നെ. സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് വരുമ്പോൾ 5,50,000. 5,50,000 രൂപ ചോദിക്കുന്നത്. ഇത് നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. കാരണം 2024 മോഡൽ നമുക്ക് മാക്സിമം ഫണ്ട് ചെയ്യാൻ പറ്റും. വാറന്റി സർവീസ് ഇതിലിപ്പോ ഓൾറെഡി എക്സ്റ്റൻഡ് വാറന്റി പെൻഡിങ് ഉണ്ട്. അതും കിട്ടും. അത് തീരുന്ന ഡേറ്റിൽ നമ്മുടെ ട്രൂ വാലിന്റെ 1 ഇയർ വാറന്റി കിട്ടും. 1 ഇയർ വാറന്റി കിട്ടും. ഇതിപ്പോ 4 വർഷം ബാലൻസ് ഉണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങളുടെ 1 വർഷത്തെ ടോട്ടൽ 5 വർഷം ഉണ്ടാവും ഏകദേശം അല്ലേ? അപ്പോൾ ഒരു പുതിയ വാഹനം എടുക്കാൻ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വാഹനമാണ് ഈ കിടക്കുന്ന എക്സ്പ്രസോ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാടാ? ഇത് 2022 മോഡലാണ്. 2022 മോഡൽ സിംഗിൾ യൂസ് ഇഗ്നീസ് ഡെൽറ്റ മിഡിൽ വേരിയന്റ് ആണ്. മിഡിൽ വേരിയന്റ് ആണല്ലേ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 40,000 കിലോമീറ്റർ സിംഗിൾ യൂസ് വണ്ടി. ഹിസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഫുൾ കമ്പനി സർവീസ് ആണല്ലേ? ഇതിൽ ഡെൽറ്റ മിഡിൽ ഓപ്ഷൻ ആണെന്ന് പറഞ്ഞല്ലേ? ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവും? ഇത് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, പിന്നെ 2 എയർ ബാഗ്, ABS, റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്, പിന്നെ 4 ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെന്റും വരുന്നുണ്ട്. എല്ലാം വരുന്നത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. മിഡിൽ ഓപ്ഷൻ ആണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണ്. നിലവിൽ ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് വരുമ്പോൾ 5,65,000 രൂപ. 5,60,000 ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് 5 ലക്ഷം ലോൺ ചെയ്യാൻ പറ്റുമോ? അതെ, 65 ഡൗൺ അടിച്ചിട്ട് ബാക്കി 5 lakhs 5 years വേണ്ടി. പിന്നെ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് വാറന്റി സർവീസ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് 1 ഇയർ വാറന്റിയും വരുന്നുണ്ട്, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. ഓക്കെ.